ഇവിടെ സെക്സ് വർക്കേഴ്സ് യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? അവരുടെ ശരീരം ഈ വരുന്ന പുരുഷന്മാർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആക്കി അവർക്ക് കൊടുക്കണം. ജസ്റ്റ് ഒബ്ജക്റ്റ് അല്ല, അവന്റെ അവരത്ര ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും പൈസ കൊടുത്ത് അവിടെ പോകുന്നത്. അതെ, അത്ര ഫ്രസ്ട്രേഷൻ പെൺകുട്ടീനെ റേപ്പ് ചെയ്യാതോ അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ അവന്റെ അപ്പുറത്തെ വീട്ടിൽ ആർക്കും റേപ്പും സംഭവിക്കാതെ ഗ്ലോറിഫൈ ചെയ്യല്ല മാം. അങ്ങനെയുള്ള ഞരമ്പ് രോഗികളെ ഗ്ലോറിഫൈ ചെയ്യരുത്. കാലാകാലങ്ങളായി സമൂഹത്തിന് ഗ്ലോറിഫൈ ചെയ്യരുത്. കാലാകാലങ്ങളായി സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ബാലൻസ് ആണ്. മനസ്സിലായി? ഇങ്ങനെ പെർവേർട്ട് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടന്ന പുരുഷന്മാർക്ക് അത് ഇറക്കി വെക്കാൻ അറ്റ് ലോ കോസ്റ്റ്. No, it's never a low cost. It's never a low cost. ഇത് ഇവിടെ യഥാർത്ഥത്തിൽ മാം വളരെ സ്ത്രീവിരുദ്ധമായ പ്രസ്താവന നൽകുന്നത്. അതായത് പുരുഷനെ ഏറ്റവും ചെറിയ മുതലിൽ അവന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി കാലാകാലങ്ങളായി പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു. 1 minute. മാം ഇവിടെ വളരെ ലോ കോസ്റ്റ് എന്ന് പറഞ്ഞ എന്ത് കാര്യത്തിന്റെ പേരിൽ അറിയോ? ഒരു പെണ്ണ് അവളുടെ ശരീരം ഈ പെർവേർട്സിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു പെണ്ണിന്റെ ഡിഗ്നിറ്റിയെ അങ്ങേയറ്റം താഴ്ത്തി കളയുന്ന ഒരു കാര്യമാണ്. ഡിഗ്നിറ്റി കുറഞ്ഞൊരു വർക്കാണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഒബ്വിയസ്ലി കാരണം അവിടെ സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അവിടെ പെണ്ണിന്റെ ശരീരം വെറും ഒരു ഒബ്ജക്റ്റ് ആയി മാറുകയാണ്. വെറും ഒരു കമോഡിഫൈ ചെയ്യപ്പെട്ട വെറും ഒരു പണ്ട് കാലാകാലങ്ങളായിട്ട് സെക്സ് വർക്കേഴ്സും പറയുന്ന ദേവദാസി ഈ പറയുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് സ്പേസുകളിൽ ബാലൻസ് നടന്നിട്ടുള്ളത്. റെയിൽവേ വർക്കേഴ്സിന്റെ പുരുഷന്മാർ ഇങ്ങനെ ആയി എന്നുള്ളത് എങ്ങനെയാണ്? സ്ത്രീകളെ ഇങ്ങനെ വെച്ചിട്ടാണോ അത് അങ്ങനെ ബാലൻസ് ചെയ്യാൻ? നിങ്ങൾ ഈ ഇമോഷൻ ഒരു റേപ്പിന് വേണ്ടി സംസാരിക്കുമ്പോൾ റേപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഇതല്ല, പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ. സ്ത്രീ മറ്റൊരു പുരുഷൻ സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടു. ഇതേ ബ്രൂട്ടാലിറ്റി കല്യാണം കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് പുരുഷന്റെ സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ട്. ഒറ്റ മിനിറ്റ്. എന്റെ മുമ്പിലിരിക്കുന്ന ഒരു റേപ്പിനെ ന്യായീകരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനേക്കാൾ 100 ഇരട്ടി ഇന്റൻസിറ്റിയിൽ ഞാൻ അതിനെതിരെ ചൂടായി സംസാരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരാളില്ല, റേപ്പിനെ ന്യായീകരിക്കുന്ന ഒരാളില്ല. പ്രോസ്റ്റിറ്റ്യൂഷനെ ന്യായീകരിക്കുന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ന്യായീകരിക്കുമല്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി ഓഫ് എ ബാലൻസ്. മാം പറഞ്ഞെന്തറിയോ? ഞാൻ പറഞ്ഞത് അതൊരു ബാലൻസ് ആണ്. അല്ലാതെ നിർബന്ധിതമായി ഒരു സ്ത്രീനെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആക്കുകയല്ല. അവൾ ആ തീരുമാനം എടുത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനല്ലോ. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. റെസ്പെക്ട് ചെയ്യുക ആ സ്പേസിനെ. ദാറ്റ്സ് ഇറ്റ്. വിത്ത് റെസ്പെക്ട് ടു യുവർ ഡ്രസ്. ഓക്കെ. ഞാൻ പറയുന്നത് മാം അവിടെ പറഞ്ഞെന്താ വെച്ചാൽ സമൂഹത്തിൽ കുറെ ഇങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്. അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സൊസൈറ്റിക്ക് ഒരു ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അവരുടെ ശരീരം മാത്രം വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അതിനോളം സ്ത്രീയുടെ ഡിഗ്നിറ്റിയെ കുറക്കുന്ന വേറെ എന്താ ഉള്ളത്? അവിടെ പുരുഷന്മാരുടെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് സ്ത്രീകൾ അവരുടെ ശരീരം ഒബ്ജക്റ്റ് ആക്കി വെറും ഈ പറഞ്ഞ ചെറിയ തുച്ഛമായ പണത്തിന് വിറ്റുകൊണ്ടല്ല. അത്രമാത്രം വില കുറഞ്ഞ ഒന്നല്ല സ്ത്രീ. അതാണ് ഞാൻ പറയുന്നത്. അത്രമാത്രം വില കുറഞ്ഞ ഒന്നല്ല. നമ്മൾ കേരളത്തിൽ സ്ത്രീകളെ വില കുറച്ച് കാണുന്നതിന്റെ മാക്സിമം വില കുറച്ച് കണ്ട് 5 പൈസയുടെ വിലയില്ലാത്ത രീതിയിലാണ് ഇപ്പോഴും ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, എല്ലാവരും എക്സ്ട്രീമാണ്. ഓ മാൻ, ഈ ഫിലിം ഇൻഡസ്ട്രി വെറുതെ എടുത്തിട്ട് നോക്കിയാൽ മതി. പ്രോസ്റ്റിറ്റ്യൂഷനെക്കാളും കഷ്ടമാണ്. ഈ കോംപ്രമൈസ് ചെയ്യൂ, അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ വിചാരിച്ചാലേ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെതിരെ അല്ല, അത് ഭയങ്കര കഷ്ടമാണ്. അപ്പൊ ആ സ്ത്രീകൾ ഫേമസ് സമയം അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങൾ സ്ത്രീ വിരുദ്ധമാണ്, എതിർക്കേണ്ടത്. ആർ യു ഡെയർ ടു കോൾ ദം പ്രോസ്റ്റിറ്റ്യൂട്ട്? അത് ഞാൻ ചോദിക്കുന്നത്. ആ സ്ത്രീകള് മറ്റേ കോംപ്രമൈസ് ചെയ്ത് സെക്സ് വർക്ക് ചെയ്തിട്ട് റോള് കിട്ടി കയറുന്നു എന്ന് പറഞ്ഞാൽ അത് സെക്സ് വർക്ക് ആണോ? ഇറ്റ്സ് നോട്ട് അബൌട്ട് കോളിംഗ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ നോട്ട്. എനിക്ക് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ എന്നെ വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഇസ് എ സ്മോൾ വേർഡ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് യു ആ സ്ത്രീകളൊക്കെ നല്ല പുരുഷൻ. ബിക്കോസ് യു നോ വൈ വി ഹാവ് ദിസ് ഇൻ അവർ ഹെഡ്? ബോഡി കൗണ്ട്. സ്ത്രീകൾ എത്ര പുരുഷന്മാരുടെ കൂടെ കിടന്നു എന്നുള്ളതിനെ വെച്ച് സ്ത്രീകളെ വിലയിരുത്തുന്ന കാര്യം കാലാകാലങ്ങളായിട്ട് റൂട്ടഡ്. ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഞാൻ തീരുമാനിച്ചിട്ട് പൈസ വാങ്ങിക്കും. പ്രോബ്ലമറ്റൈസ് ചെയ്തത് ഇങ്ങനെ സ്ത്രീയുടെ ഡിഗ്നിറ്റിയെ കുറച്ചുകൊണ്ട് അവൾ സൊസൈറ്റിയിൽ കുറെ പുരുഷന്മാരുണ്ട്, അതിന് കുറെ പ്രശ്നങ്ങളുണ്ട്, അതിന് കുറെ ബാലൻസ് കുറവുണ്ട്. ആ ബാലൻസ് മാറ്റാൻ വേണ്ടി പെണ്ണിനെ വെറും ഒരു പിന്നെ ഈ ചെറിയ പൈസക്ക് വേണ്ടി തിരിച്ചാണ് കാണുന്നത്. സ്ത്രീ അവിടെയാണ് നിൽക്കുന്നത് ഈ ബാലൻസ് ചെയ്യാൻ. പുരുഷൻ ഇവിടെയാണ്. അവന്റെ കീടൻ ചിന്താഗതിയെ ബാലൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവൻ വലുത്, അവന് അങ്ങനല്ല. അവന്റെ ഈ ചിന്താഗതിനെ ബാലൻസ് ചെയ്യാൻ അവിടെ അത്രയും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് പുരുഷന് വേണ്ടിയിട്ട് പെണ്ണെന്തിനാണ്, പെണ്ണിനെ എന്തിനാണ്? അതാണ് ഞാൻ പറയുന്നത്, സൈക്കോളജിക്കൽ